ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ടോപ്പിക് വർക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വർക്ക് എന്നൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തു. വർക്കിന്റെ കൺസെപ്റ്റ്, അതായത് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് എന്ന് നമ്മളോട് പറഞ്ഞു. ദെൻ അതിന്റെ യൂണിറ്റ് നമുക്ക് ന്യൂട്ടൺ മീറ്റർ ആണെന്നും പറഞ്ഞു. ഓക്കെ. ദെൻ നമ്മുടെ SI യൂണിറ്റ് എന്ന് ജൂൾസ് എന്ന് അറിയപ്പെടുമെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ എന്താണ് 1 ന്യൂട്ടൺ 1 ജൂൾ എന്ന് പറയുമ്പോൾ 1 ജൂൾ എന്ന് പറയുമ്പോൾ എന്താണ് 1 ജൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എൻ ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു 1 കിലോഗ്രാം മാസ് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു 1 മീറ്ററിൽ മൂവ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ്, അതായത് 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ ആണ് എന്ന് പറയുന്നത് 1 ജൂൾ എന്ന് പറയുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വർക്കിന്റെ കേസിൽ 3 തരത്തിൽ നമുക്ക് വർക്കിനെ ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക് എന്ന രീതിയിൽ 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞു. പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ. അതായത് FS cos തീറ്റ എന്നാണ് വർക്കിന്റെ കമ്പോണന്റ് വരുന്നത്. അല്ലെങ്കിൽ F.S ആണ് വർക്ക് എന്ന് പറയുന്നത്. എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡോട്ട് പ്രോഡക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ. ദെൻ അതിന്റെ കേസിലാണ് നമുക്ക് ആംഗിൾസിന്റെ ഇതിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്ക് ആയിരിക്കും, ആൻഡ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും, അത് സീറോ വർക്ക് ആയിരിക്കും എന്ന് നമ്മളിവിടെ പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തു, നമ്മളവിടെ പ്രോബ്ലംസ് ചെയ്തു. ദെൻ അതെന്താ നോർമൽ പ്രോബ്ലം തന്നെയാണ്. നമുക്കവിടെ ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാം. കാരണം അവിടെ നമുക്ക് തീറ്റ ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ഇക്വേഷനിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മളോട് ചെയ്ത്. എഫിന്റെയും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, തീറ്റയുടെ ആംഗിൾ തന്നിട്ടുണ്ട്, FS cos തീറ്റ എന്ന ഇക്വേഷനിൽ കൊടുക്കുക. ഓക്കെ. ജൂൾസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, വർക്ക് അവിടെ കിട്ടുന്നത്. ദെൻ പിന്നെ നമ്മൾ അതുപോലെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. നമുക്കൊരു വെക്ടറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെക്ടർ ആയിട്ട് നമുക്കൊരു ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ അവിടെ ഡിസ്കസ് ചെയ്യും. എക്സാമ്പിൾ 4.2 അപ്പോൾ അവിടെ നമ്മൾ വെക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, വെക്ടേഴ്സിന് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന മെത്തേഡിൽ എന്ത് ചെയ്തു, വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ അവിടെ സോൾവ് ചെയ്തു. ദെൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾസ്, എത്ര ആംഗിളിലാണ് ഈ രണ്ട് വെക്ടേഴ്സ് ഇരിക്കുന്നത് എന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടുന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്തത്. വെക്ടറുമായി ബന്ധപ്പെട്ട് വരുന്നത്. വെക്ടർ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു വർക്കിന്റെ ഇക്വേഷനിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് സോൾവ് ചെയ്തെടുത്ത ഇക്വേഷനാണ് ചെയ്തത്. പിന്നെ ടോട്ടൽ വർക്കാണ്, ഒരു സിസ്റ്റത്തിൽ എത്ര വർക്ക് ആക്ട് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വർക്കിന്റെയും സമ്മേഷൻ ആയിട്ടാണ് അതിനെ എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു ട്രാക്ടറുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം സെക്ഷൻ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ബോഡി ഡയഗ്രാം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. ഫ്രീ ബോഡി ഡയഗ്രാം പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ആ ഒരു സൊല്യൂഷൻസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അതങ്ങനെ നമ്മൾ അവിടെ ആ ഒരു കാര്യം അവിടെ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നീട് കൈനറ്റിക് എനർജിയും വർക്കുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ഓക്കെ. വർക്ക് എനർജി തിയറം പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഓക്കെ. അതായത് W is equal to K2 minus K1. ഓക്കെ. കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് അതറിയാലോ. കൈനറ്റിക് എനർജി എന്താണ്, നമുക്ക് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടിക്കിളിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റിന്റെയോ മൂവ്മെന്റ് കാരണം കിട്ടുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ അതിന്റെ പൊസിഷൻ കാരണം mgh, നമുക്ക് ഒരു ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഇരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്ത് പറയും, അതിനവിടെ mgh എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ അതെന്താണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈറ്റ്, അല്ലെങ്കിൽ h കാരണം, ഹൈറ്റ് പൊസിഷൻ കാരണം എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ പൊട്ടൻഷ്യൽ അടുത്തൊരു ടോപ്പിക്കിൽ വരുന്നുണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ എന്ന് നമ്മളവിടെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതാണ് നമ്മളവിടെ പിന്നീട് ചെയ്ത ഒരു ലാസ്റ്റ് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഓക്കെ. എക്സാമ്പിൾ 4 നമ്മൾ ഒരു വർക്ക് എനർജി തിയറം വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ അവിടെ പറഞ്ഞ് നിർത്തിയിരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് ഇവിടെ നോക്കാം. ഈസ് ദ 200 കിലോഗ്രാം സ്റ്റീൽ ഹാമർ ഹെഡ് ഓഫ് എ പൈൽ ഡ്രൈവ് ഈസ് ലിഫ്റ്റ് 3 meter above the top of a vertical I-beam given driven into the ground. The hammer lead is then dropped. The driving beam 7.4 centimeter deep into the ground. The vertical guard rail exert a constant 60 Newton friction force on the hammer head. Use the work energy theorem to find the speed of the hammerhead just as hit the I-beam and the average force the hammerhead exert on the I-beam. Ignore the effect of the force. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഇതിനെ ഇങ്ങനെ ഡ്രിൽ ചെയ്ത് താഴോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത് എത്രയാണ്, 200 കിലോഗ്രാം ആണ് നമ്മുടെ സ്റ്റീൽ ഹാമറിന്റെ ഇത് വരുന്നത്. ഓക്കെ. അതെന്ത് ചെയ്യുന്നു, 3 മീറ്ററിൽ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ ഉയർത്തുവാണ്, വെർട്ടിക്കലി എന്ത് റൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു എന്ത് ചെയ്യുവാണ്, നമ്മൾ ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് എന്ത് ചെയ്യുവാണ്, കൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഇതിന്റെ വി ഹാവ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് സ്പീഡ് ഓഫ് ദ ഹാമർ ഹെഡ് ജസ്റ്റ് ആസ് ദ ഹിറ്റ് ദ I-beam. അതായത് ഈ ഒരു ബീമിൽ ഈ ഹാമർ ഹെഡ് വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, സ്പീഡ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ദെൻ
ആവറേജ് ഫോഴ്സ് ദ ഹാമർ ഹെഡ് എക്സെർഡ് ഓൺ ദ ഐ ബീം. ഓക്കെ, ഐ ബീമിൽ, ഐ ബീം മീൻസ് ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ, നമുക്കിപ്പോൾ ഒരു എന്താ ഒരു സ്ട്രക്ചർ ഇങ്ങനെ താഴോട്ട് എന്ത് ചെയ്യണം, അതിനെ ഇറക്കണം. ഓക്കെ, ആ ഒരു ഗ്രൗണ്ടിലോട്ട്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ആ ഒരു കേസ് ആയിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ അതിൽ എക്സെർട്ട് ചെയ്യുന്ന ആവറേജ് ഫോഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. We can use the work energy theorem to find the speed of the hammerhead just hit the I beam because V1 is equal to 0. അതായത് V1 means അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. Then we have to find, we have to consider 3 points to be considered. The point 1 is the point hammer start from the rest. Point 2, it is the moving, the hammer hit the I section beam. Point 3, where the I beam stop. So we have to apply work energy theorem twice for the motion from 1 to 2 and from the motion 2 to 3. അതായത് ഇപ്പോൾ ഇതിൽ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ 3 തരത്തിൽ 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യണം. അതായത് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു സ്റ്റീൽ ഹാമർ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, ഇത് നമ്മൾ പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് ഇറക്കുവാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, മുകളിൽ നിന്ന് വന്നിട്ട് ഒരു ഹാമർ ഒന്ന് എന്ത് ചെയ്യും, ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും വന്ന് ഹിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വരുന്നതും തോറും, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങും തോറും ഇത് എന്ത് ചെയ്യണം, അവിടെ ഇത് ഹിറ്റ് ചെയ്യുന്നു, ഇത് താഴോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ വന്ന് ഹിറ്റ് ഇനിഷ്യൽ പോയിന്റ്, അതായത് എത്രയാണ് ഈ ഹിറ്റ് ഹാമർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, അല്ലെങ്കിൽ അത് ഹാമറോട് വെറുതെ നിൽക്കുമല്ലോ. അപ്പോൾ വെറുതെ നിൽക്കുന്ന ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുകയാണ്, ഇത് താഴോട്ട് വരുവാണ്. അതായത് പോയിന്റ് 1 എന്ന് പറയുന്നത്. ഇനി പോയിന്റ് 2 എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഈ ഒരു സ്റ്റീൽ നമ്മുടെ ആ ഒരു ഐ സെക്ഷൻ അതിലൊന്ന് ഹിറ്റ് ചെയ്യുന്നത്. വെറുതെ ഒന്നും നോക്കണ്ട, നമ്മൾ സാധാരണ ഒരു ആണി എടുത്ത് വെച്ചിട്ട്, ഒരു നെയിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു സർഫസിൽ ബീറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ബീറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഹാമർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഹാമറിന്റെ പൊസിഷൻ എന്താണ്, 0 ആണ്. അവിടെ വെലോസിറ്റി 0 ആണ്. അടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഹാണിയിൽ വന്ന് അല്ലെങ്കിൽ നെയിലിൽ വന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഹാമർ ഹിറ്റ് ചെയ്യുന്നു. അത് അവിടുത്തെ സെക്കൻഡ് പോയിന്റ്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഹിറ്റ് ചെയ്ത് എന്ത് ചെയ്യത്തില്ല, ഈ ആണി എന്ത് ചെയ്യില്ല, നമ്മൾ വയ്ക്കുന്ന ആ ഒരു വുഡിലോ അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റിലോ എന്ത് ചെയ്തില്ല, കയറത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഹിറ്റ് ചെയ്യും. അപ്പോൾ ഹിറ്റ് ചെയ്ത് അവസാനം എന്ത് ചെയ്യും, അതോടൊരു സ്റ്റോപ്പിംഗ് രീതി എന്ത് ചെയ്യും, അവിടെ വരും. ഓക്കെ, അതുപോലെ ഒരു വലിയൊരു കേസാണ് ഇവിടെ അവർ കാണിക്കുന്നത്, ഈ ഹാമറും ഐ സെക്ഷൻ ഗ്രൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ബീം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ എന്ത് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് അവിടെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് 1 ഈസ് ദ പോയിന്റ് ഹാമർ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റിൽ നിന്നും ഹാമർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ദ പോയിന്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ പോയിന്റ് 2 ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ഹാമർ ഹിറ്റ് ദ ഐ ബീം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും, ഏത് സ്ഥലത്താണോ ഈ ഒരു ഐ ബീം എന്ത് ചെയ്യുന്നത്, പിന്നീട് അത് കയറാതെ അവിടെ സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം എന്ത് ചെയ്യാം, 3 പോയിന്റ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 2 പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് എനർജി തിയറം നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, to apply the work energy theorem, we have to draw the free body diagram, one for following the hammerhead. From this, we can calculate the hammerhead final speed V2. Second, the free body diagram for the hammerhead moving from position 2 to 3. Okay. Then, നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് എന്താണ് ചെയ്യുന്നത്, W is equal to M into G. M into G എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു സ്റ്റീൽ ഹാമറിന്റെ വെയിറ്റ് ആണ്. ഓക്കെ, സ്റ്റീൽ ഹാമർ താഴോട്ട് വരുവാണ്, ആ താഴോട്ട് വരുന്ന വെയിറ്റ് ആണ് നമ്മൾ ഒന്നാമത്തെ ഫ്രീ ബോഡി ഡയറക്റ്റിൽ എന്ത് ചെയ്യുന്നത്, അവിടെ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം W is equal to M into G ആണ്. മാസ് എത്രയാണ്, മാസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് 200 കിലോഗ്രാം ആണെന്ന് പറയും. നമ്മുടെ സ്റ്റീൽ ഹാമറിന്റെ മാസ് എന്ന് വെച്ചാൽ എത്രയാണ്, 200 കിലോഗ്രാം ആണ്. അപ്പോൾ 200 കിലോഗ്രാം ഇൻറ്റു 9.8 ന്യൂട്ടൺ എന്ന് കിട്ടും. 1960 ന്യൂട്ടൺ, 1960 ന്യൂട്ടൺ ആണ് എന്ത് കിട്ടുന്നത്, നമുക്ക് അവിടെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് മീൻസ് എന്ത് ഫോഴ്സ്, ഡൗൺവേർഡിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ്. ഓക്കെ, തിരിച്ച് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 60 ന്യൂട്ടൺ എന്ന രീതിയിൽ എന്ത് ചെയ്യുവാണ്, ഈ ഒരു സ്ട്രക്ചർ, നമ്മൾ ഈ ഒരു സ്റ്റീൽ ഹാമർ വരുന്നതിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു സ്ട്രക്ചർ സ്റ്റീൽ ഹാമറിൽ ഈ ഒരു ഫിഗർ അത്രയും ക്ലിയർ അല്ല, അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഒരു സ്ട്രക്ചറിലൂടെ സ്റ്റീൽ ഹാമറിന് താഴോട്ട് വരുന്നത്. ഓക്കെ, ഇത് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. എനിക്ക് തോന്നുന്ന ഒറിജിനൽ ടെക്സ്റ്റിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് പിന്നെ ഒറിജിനൽ ടെക്സ്റ്റ് വന്നിട്ട് അതൊരു ഇന്ത്യൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റ് അല്ല, യൂണിവേഴ്സിറ്റി ഫിസിക്സ് ബൈ സേഴ്സൺ സെന്റ് മാസ്കി. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അവർ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യാറില്ല. മുൻപൊക്കെ ഈ കാർട്ടൂൺ ചാനൽസിലൊക്കെ ഇതുപോലത്തെ ഇൻസ്ട്രുമെന്റ്സ് കണ്ടുകൊണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റീൽ ഹാമർ വന്ന് ഹിറ്റ് ചെയ്യുന്നതും. നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസ് നമ്മളിവിടെ അത്രയും എന്ത് ചെയ്യാറില്ല, ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇതൊരു ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റീൽ ഹാമർ ഇങ്ങനെ മുകളിൽ താഴോട്ട് വന്ന് ഈ ഒരു പൈലിൽ അല്ലെങ്കിൽ ഒരു ബീമിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചർ മീൻസ് നമുക്ക് ഹാമർ ഇങ്ങനെ കൊണ്ടുവരണമല്ലോ, റെയിൽ പോലത്തെ ഒരു അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ
വെർട്ടിക്കൽ ഗൈഡ് റെയിൽ. ഗൈഡ് റെയിൽ മീൻസ് എന്താണ്? നമുക്ക് ഈ ഹാമർ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, ആ വെയിറ്റ് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഈ ഒരു ബീമിൽ ഒന്നിങ്ങനെ ഹിറ്റ് ചെയ്യണം. എന്നാലേ ബീം താഴോട്ട് ഇറങ്ങി പോകത്തുള്ളൂ, ഗ്രൗണ്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു 60 ന്യൂട്ടൺ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എത്രയാണ്? തിരിച്ച് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇറ്റ് ഈസ് ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഓഫ് ദ ഗൈഡഡ് റെയിൽ. ഓക്കെ, വെർട്ടിക്കൽ ഗൈഡഡ് റെയിലിന്റെ ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് 60 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? In the case the hammer above the point 2 to 3 displacement S1 is equal to 3 meter, and the force acting is W is equal to M into G. Hammer acting down and the upward friction force 60 Newton. Hammer head is moving the down with speed speed V. Okay, അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് പറഞ്ഞല്ലോ 3 മീറ്റർ ആണ് കേട്ടോ. ഇത്രയുമാണ് എന്ത് ചെയ്യേണ്ടത്? താഴെ വന്ന് വീഴേണ്ടത്. 3 മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. W is using the equation W is equal to F into S. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ പ്ലോട്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം അത് എന്ത് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ്? അതെന്ന് പറയാൻ നമുക്ക് അവിടുത്തെ Y ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ ദ ഡയറക്ഷൻ Y. അതാണ് FY ഇൻറ്റു FY ഇൻറ്റു SY എന്ന് കൊടുത്തിരുന്നത്. കാരണം എന്താ? അത് ഫോഴ്സും എന്ത് ഡയറക്ഷൻ തന്നെയാണ്? Y ഡയറക്ഷൻ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റും എന്ത് ഡയറക്ഷൻ തന്നെയാണ് വരുന്നത്? അതും Y ഡയറക്ഷൻ തന്നെ. അതുകൊണ്ട് സഫിക്സിൽ എന്ത് കൊടുത്തു? Y എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ ഫോഴ്സ് നോക്കാം. ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? ഡൗൺവേർഡിൽ ആക്ട് ചെയ്യപ്പെടുന്ന വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ട്. അതിന് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി ഉണ്ട്. ഓക്കെ, കാരണം ഹാമർ നമ്മൾ പറഞ്ഞല്ലോ ഗൈഡ് ചെയ്ത് വിടണമെന്ന്. ആ ഗൈഡ് ചെയ്യുന്ന റെയിൽ, അതിൽ റെയിൽ ഉരസിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹാമർ താഴോട്ട് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം? ഒരു തിരിച്ചൊരു ഫ്രിക്ഷൻ ഫോഴ്സ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഡൗൺവേർഡിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റിൽ നിന്നും ഈ ഫോഴ്സ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഓക്കെ, കുറച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ എടുത്താലേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? mg മൈനസ് എഫ് ഇൻറ്റു എസ് എന്ന് എടുത്തു. എസ് നമുക്കറിയാം എത്രയാണ്? 3 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. 3 മീറ്റർ ആണ് ഇതെന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് താഴോട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? നമ്മളടുത്ത് വർക്ക് എനർജി തിയറം ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത്തെ കേസാണ് പറഞ്ഞത്. നമുക്ക് 2 കേസ് ഉണ്ട്. ഇത് ഒന്നാമത്തെ കേസാണ്. ആ ഹാമർ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്ന് ആ ഒരു എന്ത് ചെയ്യുന്നു? നമ്മൾ ഐ ബീം മീൻസ് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുക. നമ്മളിപ്പോൾ സിമ്പിൾ കേസ് പറയുന്നത് നമ്മൾ ആണി എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഹാമർ വെച്ച് ബീറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുവാണ്? അവിടുത്തെ വർക്ക് എനർജി തിയറം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ വർക്ക് എനർജി തിയറം ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ½m v2² മൈനസ് ½ v1² എന്താണ്? അവിടുത്തെ വർക്കിന് ഇക്വലന്റ് ആണെന്ന് അറിയാം. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്താണ്? വർക്ക് ആണെന്ന് നമുക്ക് അവിടെ അറിയാം. നമുക്ക് വർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് അവിടുത്തെ ആ ഒരു ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഫൈനൽ സ്പീഡ് മീൻസ് ഈ ഹാമർ വന്ന് ഇതിൽ ഹിറ്റ് ചെയ്യുന്ന സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഐ ബീമിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്പീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? അവിടെ നമ്മൾ ഈ ഒരു വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്തു. നമുക്കറിയാം ഇനിഷ്യലി നമ്മുടെ ഹാമർ എന്തിലാണ്? റെസ്റ്റിലാണ്. ഹാമർ എന്ത് ചെയ്യുന്നില്ല? മൂവ് ഒന്നും ചെയ്യുന്നില്ല. ഹാമർ അവിടെ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുവാണ്. അപ്പോൾ ഹാമർ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരുന്ന സമയത്ത് V1ന്റെ വാല്യൂ 0, കാരണം അവിടെ വെലോസിറ്റി ഒന്നുമില്ല, അത് റെസ്റ്റിലാണ്. V2 എന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി മീൻസ് ഫൈനൽ സ്പീഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതെന്താണ്? അതിനൊരു വാല്യൂ ഉണ്ടല്ലോ, കാരണം അത് എന്ത് ചെയ്തു? ആ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് എന്ത് ചെയ്യുവാണ്? ഇപ്പം ഇതാണ് ഹാമറെങ്കിൽ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യല്ലേ? ഓക്കെ, ഇങ്ങനെ ഹിറ്റ് ചെയ്ത് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ വെലോസിറ്റി ഉണ്ട്. ഫൈനലി അവിടെ എന്തുണ്ട്? വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ഇക്വേറ്റ് ചെയ്യാം. V1 ഓൾറെഡി 0 ആയി പോയി. പിന്നെ നമുക്ക് മാർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? 5700 is equal to ½mv². ഓക്കെ, ½ mv² എന്ന് കിട്ടും. ആൻഡ് v is equal to 5700 into 2 divided by m എന്ന് കിട്ടും. ഓക്കെ, മാസ് അറിയാലോ. മാസ് എത്രയായിരുന്നു? 200 കിലോഗ്രാം ആണ്. ഓക്കെ, 200 കിലോഗ്രാം. സോ v is equal to √5700 into 2 divided by എന്ത് കിട്ടും? 200 എന്ന് കിട്ടും. 7.55 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ഹാമർ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന, അതായത് എന്ത് ചെയ്യുന്നു? ഈ ഒരു റെയിലിൽ കൂടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴോട്ട് വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി എന്ന് അവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ വെലോസിറ്റി. ദെൻ അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി കിട്ടി. വെലോസിറ്റി v is equal to 7.55 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിനി അവിടെ ഈ ഒരു ബി എന്ന് പറയുന്ന സെക്ഷൻ കണ്ടുപിടിക്കണം. ബി എന്ന് പറയുന്ന സെക്ഷൻ എന്തെന്ന് അറിയാമോ? കാരണം ഈ ഹാമർ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യും. ഓക്കെ, ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഐ ബീം എന്ത് ചെയ്യും? കുറച്ച് താഴോട്ട് പോകത്തില്ല. നമ്മളിപ്പോൾ ഒരു ആണി അടിക്കുന്ന സമയത്ത്, നമ്മൾ ചുമരിൽ ഒരു ആണി തറയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ആദ്യം നമ്മളിപ്പോൾ
നെയിൽ. ഓക്കെ, ഇതാണ് ഒരു ആണി എന്ന് വെച്ചോളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു നെയിൽ. അപ്പോൾ നമ്മൾ ഹാമർ വെച്ച് എന്ത് ചെയ്യുന്നു? ഇതാണ് നെയിൽ. നമ്മൾ ഹാമർ വെച്ച് ഇവിടെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഹാമർ വെച്ച് ഞാൻ ഇതിനെ ബീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഹാമർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇരിക്കുന്ന അടുത്തായിരിക്കും അടുത്തിരിക്കുന്നത് എന്ത് ചെയ്യും? അല്പം താഴത്തില്ല ഇത്, കാരണം അകത്തോട്ട് കയറിപ്പോയി. ഓക്കെ, കുറച്ച് എന്ത് ചെയ്തു? അവിടെ കയറി. അപ്പോൾ നമുക്ക് ഇവിടത്താണ് നമ്മൾ ആ പോയിന്റ് 2ഉം 3 എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് എന്താ പോയിന്റ് 2ഉം 3. അപ്പോൾ ആദ്യം ഒന്ന് ഹാമർ ഹിറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? ഇങ്ങനെ അല്പം ഒന്ന് താഴ്ത്തി. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്തു? താഴ്ത്തി കൊടുത്തു. അങ്ങനെ 2വിൽ നിന്ന് എന്ത് ചെയ്തു? അതവിടെ 3 എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ, അത് നമ്മുടെ ഈ ഒരു ഐ ബീമിനെ സംബന്ധിച്ച് അതെന്താണ്? അവിടെ ഒരു 7.4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 7.4 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് അവിടുത്തെ കേസ് അവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് വെൻ ദ ഹാമർ മൂവ് ഫ്രം പോയിന്റ് 2 to 3 ഇറ്റ് ഡിസ്പ്ലേസസ് ഈസ് S23 7.4 centimeter. Okay, 7.4 centimeter, which can be represented in meter, 0.074 meter. Okay, the force acting as the weight W is equal to mg acting vertically down. The friction force is equal to F 60 Newton acting vertically up, and the normal force acting, the free body diagram is given in the figure. That is എന്താണ്? ഈ ഒരു സമയത്തും എന്ത് ചെയ്തു? ആ ഹാമർ വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും? അങ്ങ് ഏറ്റവും മുകളിൽ പോകത്തില്ലല്ലോ. അപ്പോൾ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ ആദ്യം എത്രയാണോ ഇവിടെ ആ ഒരു ഹാമർ കൊടുത്ത ഫോഴ്സ് അത്രയും എന്ത് ചെയ്യില്ല, സെക്കൻഡ് ടൈമിൽ കൊടുക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? മുകളിൽ നിന്ന് നേരെ ഒന്ന് ഹിറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്ത് അതിനെ ഒരു 7.4 സെന്റിമീറ്റർ എന്ത് ചെയ്തു? അല്പം ഒന്ന് താഴ്ത്തി. ഇനി അടുത്ത് വീണ്ടും എന്ത് ചെയ്യണം? നമ്മളിതിലൊരു എന്ത് കൊടുക്കുക? തിരിച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ എന്തായിട്ട് എടുക്കണം? ഇപ്പം നമുക്ക് കിട്ടിയ ആ ഒരു 7.4 സെന്റിമീറ്റർ, അതാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ഡിസ്പ്ലേസ്മെന്റ്. അതായത് തിരിച്ച് എന്ത് ചെയ്യില്ല, ഈ ഹാമർ നേരെ ആ 3 മീറ്റർ പോയിട്ടല്ല അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് വീഴുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന കേസിൽ ദാറ്റ് ഇസ് W is equal to mg ഇട്ടുവാണ്. W is equal to mg, that is we are getting mg മൈനസ് എഫ് മൈനസ് നോർമൽ ഫോഴ്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോർമൽ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ അപ്ലൈ ചെയ്യുകയാണ്. കാരണം നേരത്തെ നോർമൽ ഫോഴ്സ് കൊടുക്കാത്തത്, നേരത്തെ നമ്മൾ ആ ഒരു സ്ട്രക്ചർ എവിടെയാണ് ഇരുന്നത്? ഹാമർ ഏറ്റവും മുകളിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് അതിന് എന്തില്ല, നോർമൽ ഫോഴ്സ് തിരിച്ച് ആക്ട് ചെയ്യുന്നില്ല. ആകെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്ന സമയത്ത് ഫ്രിക്ഷൻ ഫോഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവിടെ ആക്ട് ചെയ്തോളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അവിടുത്തെ നോർമൽ ഫോഴ്സ് കൊടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് ഇവിടുത്തെ നോർമൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ ഡൗൺ ദ ഫ്രിക്ഷൻ ഫോഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? നോർമൽ ഫോഴ്സ് എന്ത് ചെയ്യണം? അവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നല്ലോ. ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് ദ ആവറേജ് ഫോഴ്സ് ദ ഹാമർ ഹെഡ് എക്സേർട്ട് ഇൻ ദ ഐ ബീം. ഓക്കെ, അതായത് ആ ഒരു ഐ ബീമിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ആവറേജ് ഫോഴ്സ് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസ് കണ്ടുപിടിച്ചു, സ്പീഡ് കിട്ടി. അടുത്ത നേരം ആവറേജ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായി നമുക്ക് അവിടുത്തെ നോർമൽ ഫോഴ്സ് എത്രയാണ് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് W is equal to 1960 minus 60 minus n into 0.074 എന്ന് കിട്ടാം. വർക്ക് എനർജി തിയറം ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? W is equal to K3 minus K2, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി തന്നെയാണ്. നമുക്ക് നേരത്തെ നമ്മൾ K1 K2 എടുത്തുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്തു? K3 എന്നും K2 എന്നും എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു W3യുടെ വാല്യൂ, ഓക്കെ, W3യുടെ വാല്യൂ എന്ത് ചെയ്യാം? W3യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി, അതായത് നമ്മൾ ഈ ഹാമർ വന്ന് അടുത്ത് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ഐ ബീമിൽ ഒന്ന് റെസ്റ്റ് ചെയ്യും. ഓക്കെ, ഹാമർ മൂവ് ചെയ്ത് എന്ത് ചെയ്യും? ഐ ബീമിൽ രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും? വന്ന് അവിടെ റെസ്റ്റ് ചെയ്യും. കാരണം അത് കറക്റ്റ് അവിടെ താഴ്ന്ന് ഇറങ്ങി കഴിഞ്ഞു, റെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ V3യുടെ വാല്യൂ എന്തായിരിക്കും? V3 is equal to 0 ആയിരിക്കും. ഓക്കെ, V3 is equal to 0 ആണ്. Then K2 is equal to half mv square, which is equal to 5700 joule. അത് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ ആണ്. എന്തിന്റെ വാല്യൂ ആയിരുന്നു? നമ്മുടെ അവിടുത്തെ K2ന്റെ വാല്യൂ. K2 മീൻസ് എന്തായിരുന്നു? അവിടുത്തെ സെക്കൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ, അത് നമുക്ക് അവിടെ 0 എന്ന് കിട്ടി. അതില് നമുക്ക് ഈ W എന്ന് പറയുന്ന വെയിറ്റ്, ഓക്കെ, W എന്ന് പറയുന്ന ഫോഴ്സ്, വെയിറ്റ് അല്ല, വർക്ക് ഡൺ. ഓക്കെ, W എന്ന് പറയുന്ന വർക്ക് ഡൺ എന്താണ്? നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. കാരണം എന്ത് ചെയ്യാണ്? അത് ഡൗൺ വേർഡിലോട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളവിടെ ആക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്കത് നെഗറ്റീവ് വർക്ക് ഡൺ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം ഡൗൺ വേർഡിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനവിടെ നെഗറ്റീവ് വർക്ക് ഡൺ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കൊടുക്കുന്നത്. താഴോട്ടുള്ള സർഫസിൽ. ഓക്കെ, നെഗറ്റീവ് വർക്ക് ഡൺ നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ നെഗറ്റീവ് വർക്ക് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ ഈ നെഗറ്റീവ് വർക്ക് ഡൺ മീൻസ് അതിന്റെ ഡയറക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വർക്ക് ഡൺ നെഗറ്റീവ് മീൻസ് ഇവിടെ എന്താണ്? അതിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആ -5700 കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 1900 മൈനസ് n ഇൻറ്റു 0.074 എന്ന് കിട്ടും. പിന്നീട് എന്ത് ചെയ്താൽ മതി? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക.
സിംപ്ലിഫൈസ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു നോർമൽ ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് നോർമൽ ഫോഴ്സ് എത്രയാണ്? അടുത്ത് നമ്മൾ തിരിച്ച് റീഅറേഞ്ച് ചെയ്ത സമയത്ത് ഇത് രണ്ടും സബ്മേഷൻ കിട്ടും. 18927 ന്യൂട്ടൺ എന്ന് പറയുന്നത് അവിടുത്തെ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എയർ റെസിസ്റ്റൻസ് എടുത്തിട്ടില്ല. എയർ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രിക്ഷൻ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺസിഡറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ വലിയ കുഴപ്പമില്ല. ഇവിടെ വരുന്ന സമയത്ത് നോർമൽ ഫോഴ്സ് എടുക്കാനായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഈ പ്രോബ്ലം ചോദിക്കുന്നത് ഇതേപോലെ തന്നെ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ നോർമൽ ഫോഴ്സോട് എടുക്കേണ്ട കാര്യം ഒന്ന് ഓർത്തിരിക്കുക. കാരണം പിന്നീട് നമ്മൾ നോക്കുന്നിടത്ത് നോർമൽ ഫോഴ്സ് എത്രയെന്നാണ്. ഓക്കെ, ആ ഒരു മൂന്നാമത്തെ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ആ ഒരു ഹാമർ ഒന്ന് എന്ത് ചെയ്യുന്നു? ഈ ഒരു നമ്മുടെ ഐ ബീമിന്റെ പുറത്തോടെ ഒന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ when the hammer head moves from 1 to 3, the work done is 0. That is 15700 minus 5700. That is a large positive work from point 1 to 2 plus 5700 joule over a large distance 3 meter, and the same work done which is negative point over a small distance. It means the large force acting on the I beam, that is about 40.26, that is 40 times larger than the weight of the hammer. അതായത് ഇവിടെ സെക്കൻഡ് കേസിൽ ഈ രണ്ടാമത്തെ പ്രാവശ്യം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, മുകളിലാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് കേസിലാണ് എന്ത് ചെയ്തത്? ഇതിനവിടെ ഒരു വർക്ക് ഡൺ നമുക്ക് അവിടെ വന്നത് ആ ഒരു 3 മീറ്ററിൽ താഴോട്ട് വന്ന സമയത്ത്. അടുത്ത സിറ്റുവേഷൻ നോക്കുമ്പോൾ നമ്മൾ എടുക്കുവാണ് എന്താണ്? അത് അവിടുത്തെ സെയിം വർക്ക് തന്നെയാണ്. പിന്നെ എന്ത് ചെയ്തു? 2 to 3 വരെ നമ്മൾ അതിനെ നെഗറ്റീവ് വർക്കായിട്ട് എടുക്കുവാണ്. അപ്പോൾ ഓവറോൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അവിടെ 0 എന്നായിട്ട് പോകും. ഓക്കെ, ഓവറോൾ വർക്ക് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ 0 ആയിട്ട് പോവാണ്. അത് വർക്കിന്റെ കേസിൽ. ഓക്കെ, ആ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതായത് മുകളിൽ നിന്ന് വന്ന ആ ഒരു ഫോഴ്സ് തന്നെ തിരിച്ചെന്ത് ചെയ്യണം? ഇത് നോർമൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം മനസ്സിലാവും, ആ ഒരു സമയത്ത് സെക്കൻഡ് സിറ്റുവേഷനിൽ അവിടെ ആ ഒരു കോസ് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് അത് 0 ആയിട്ട് പോകുന്നത്. രണ്ടും കൂടി സമ്മേഷൻ ചെയ്യുന്ന സമയത്ത് 0 ആയിട്ട് അത് ക്യാൻസൽ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് 0 ആയിട്ട് പോകും. അത് വർക്കിന്റെ കേസാണ്. ഓക്കെ, വർക്ക് ഡൺ 0 എന്ന് പറയാം ആ ഒരു സിറ്റുവേഷനിൽ. രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഇതിവിടെ ഈ 15700 അല്ല കേട്ടോ, ഇത് 5700 ആണ്. ഓക്കെ, ഒന്ന് നോക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞല്ലോ, ഇവിടുത്തെ വർക്ക് ഡൺ 5700, അവിടെ 1 ഇല്ല. ഓക്കെ, ഈ 1 അവിടെ വരുന്നില്ല, ഇത് 1 അവിടെ എക്സ്ട്രാ കിടക്കുന്നത്. ഓക്കെ, അത് മാറ്റിയാൽ മതി, 1 കട്ട് കളയും. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമുക്കത് 0 വർക്ക് ഡൺ 0 ആയിട്ട് പോകും. പിന്നീട് അവിടെ ആക്ട് ചെയ്യുന്നത് എന്താണ്? ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും ആ ഹാമർ താഴോട്ട് വരുന്ന സമയത്ത് ഐ സെക്ഷൻ ബീം താഴോട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ വർക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? അതവിടെ ഫോഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഫോഴ്സിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇവിടെ കിട്ടുന്ന ഈ ഒരു ഫോഴ്സ്, അതായത് വെയിറ്റ്, കിട്ടിയ ഫോഴ്സ് നോർമൽ ഫോഴ്സ് ഡിവൈഡ് ബൈ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു 40.26 ടേം കിട്ടും. അതായത് 40 ടൈംസ് ലാർജർ ദാൻ, ഇത്രയും ഹൈറ്റിൽ നിന്ന് ഈ വർക്ക് ഡൺ എന്തായിട്ട് മാറുന്നു? നമുക്ക് ആ ഒരു ഫോഴ്സ് ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ആയിട്ട്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വരുന്നു, അത് വർക്കായിട്ട് മാറുന്നു, വർക്ക് ഫോഴ്സ് ആയിട്ട് മാറുന്നു. ആ ഫോഴ്സ് ആണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ ഹാമർ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഐ സെക്ഷൻ ബീമിനെ താഴോട്ട് എന്ത് ചെയ്ത് മൂവ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഇതിൽ, പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അവർ ആ ഒരു തരത്തിലാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് 1-2 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാൽ നിങ്ങൾ ചെയ്ത് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രോബ്ലം സെക്ഷൻ 4 മാർക്കോ 5 മാർക്കിനൊക്കെ ആയിരിക്കും വരുന്നത്. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരിക്കലും പ്രോബ്ലം സെക്ഷൻ ചോദിക്കില്ല, ഡെറിവേഷൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബ്ലം ചെയ്യേണ്ട അറിഞ്ഞിരിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എഴുതാനായിട്ട് അറിയണം. ഓക്കെ, വേറൊന്നുമില്ല, നോർമൽ ഫോഴ്സ് നമ്മൾ രണ്ടാമത് കണ്ടുപിടിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ നോർമൽ ഫോഴ്സ് ആവറേജ് ഫോഴ്സ് ആണോ എന്ന് ഡൗട്ട് ഇവിടെ വരാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഉണ്ട്, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ ആ ഒരു സെക്കൻഡ് സിറ്റുവേഷനിൽ നമ്മൾ വർക്കിന്റെ വാല്യൂ എന്ത് ചെയ്യണം? നെഗറ്റീവായിട്ട് എടുക്കുവാണ്. ഓക്കെ, ഇവിടുത്തെ 1 ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ, 1 അവിടെ ഇല്ല, അതൊന്ന് മാറ്റുക. ഓക്കെ, 1 ഇല്ല, 5700 മൈനസ് 5700. ഓക്കെ, അത്രയാണ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ദെൻ ഈ ഒരു വർക്ക് ഡൺ എന്ത് ചെയ്യും? ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ഒരു ഐ സെക്ഷൻ ബീമിനെ എന്ത് ചെയ്യാണ്? ഗ്രൗണ്ടിലോട്ട് ഇറക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എക്സാമ്പിൾ 4.6. ദാറ്റ് ഈസ്, ഇത് നമ്മുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. A 1.5 kilogram book is sliding along a rough horizontal surface. At the point A, it is now moving at a 3.21 meter per second. At the point B, its speed is 1.25 meter per second. ഇത് മീറ്റർ ഇതുപോലത്തെ യൂണിറ്റ് ആണ്, മീറ്റർ പെർ സെക്കൻഡ് എന്ന പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഹൗ മച്ച് വർക്ക് വാസ് ഡൺ ഓൺ ദ ബുക്ക് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്?
ദാറ്റ് ഈസ് ഒരു 1.5 കിലോഗ്രാം ഉള്ള ഒരു ബുക്ക് എന്ത് ചെയ്യണം, ഒരു ഹൊറിസോണൽ സർഫസിൽ അത് സ്ലൈഡ് ചെയ്ത് വരുവാണ്. ഓക്കെ, ഒരു ഹൊറിസോണൽ സർഫസ് മീൻസ് ഇങ്ങനത്തെ സർഫസ് എന്ത് ചെയ്തു, സ്ലൈഡ് ചെയ്ത് വരുവാണ്. അപ്പോൾ നമ്മളൊരു ബുക്ക് ഉണ്ട് 1.5 കിലോഗ്രാം ആണ്. ഓക്കെ, 1.50 കിലോഗ്രാം. അപ്പോൾ അത് എന്ത് ചെയ്തു, പോയിന്റ് എയിൽ, ഓക്കെ, പോയിന്റ് എയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എത്രയാണ്, 3.21 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, പോയിന്റ് എയിൽ. അടുത്തത് പോയിന്റ് ബിയിൽ എത്തിയപ്പോൾ എന്തായി, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് അറ്റ് പോയിന്റ് ബി ഇറ്റ് സ്പീഡ് ഈസ് 1.25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു 1നും 2നും ഇടയിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് അതിന്റെ വർക്ക്, ടോട്ടൽ വർക്ക് എത്ര നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്താണ്, നമുക്കവിടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കാരണം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ വർക്ക് എനർജി തിയറത്തിൽ അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനിഷ്യൽ ഫൈനൽ എടുക്കുന്ന സമയത്ത് തിരിഞ്ഞു പോകില്ല, കാരണം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ മൈനസ് സൈൻ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ വർക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന കാര്യം നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരങ്ങനെ വാല്യൂഷൻ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ മിസ്റ്റേക്ക് വരാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അതെന്തായാലും ചോദിക്കും, കാരണം ഇതിൽ എടുത്ത് ചോദിച്ചിട്ടില്ല വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് ദ വർക്ക്. നാച്ചർ ഓഫ് ദ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ് നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ എഴുതണം. പക്ഷേ ഇത് ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതുകൂടി ഇവിടെ നോക്കണം. ചിലപ്പോൾ അവർക്ക് വാല്യൂ പോയിന്റ് കൊടുക്കുമ്പോൾ വാല്യൂഷൻ ടൈമിൽ അവർക്കൊരു കീ കൊടുക്കും. അപ്പോൾ അവിടെ വാല്യൂ പോയിന്റ് കൊടുക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ പറയും മൈനസ് നാച്ചർ, വർക്കിന്റെ നാച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക് കൂടി അഡീഷണൽ കൊടുക്കാൻ. അഡീഷണൽ മീൻസ് ഉള്ള മാർക്ക് തന്നെ എന്നീ കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് അവിടെ പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ നാച്ചറിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇനിഷ്യലും ഫൈനലും നിങ്ങൾ ശ്രദ്ധിച്ചെടുത്തോളണം. പോയിന്റ് എയിലാണ് എന്ത് 3.21 എന്ന് പറയുന്നത്, പോയിന്റ് ബി ആണ് ഫൈനൽ എത്രയാണ്, 1.25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ. വി ടു വി വൺ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസം തന്നിട്ടുണ്ട് 1.50 കിലോഗ്രാം ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആ യൂണിറ്റ് ചിലപ്പോൾ കിലോഗ്രാമിലായിരിക്കില്ല, ഗ്രാമിലായിരിക്കും. ചിലപ്പോൾ സെന്റിമീറ്റർ ആയിരിക്കില്ല, മീറ്ററിലായിരിക്കില്ല, സെന്റിമീറ്ററിലായിരിക്കും. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് യൂണിറ്റോട് കൺവേർട്ട് ചെയ്യണം എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലംസ് ചെയ്യേണ്ടത്. പിന്നെ യൂണിറ്റ് എവിടെ നിങ്ങൾ ഈ ഒരു വാല്യൂ എഴുതിയാലും യൂണിറ്റ് എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. 12th വാല്യൂഷൻ ടൈമിൽ യൂണിറ്റുകൾ സാധാരണ ശ്രദ്ധിക്കുമെന്ന് പറയും, പക്ഷേ വാല്യൂഷൻ സമയത്ത് ലാസ്റ്റ് യൂണിറ്റുകൾക്ക് വലിയൊരു പ്രാധാന്യം അവർ കൊടുക്കാറില്ല. എന്നാലും നമുക്ക് ഡിഗ്രി ലെവലിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, യൂണിറ്റുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളണം. ഓക്കെ, എല്ലായിടത്തും യൂണിറ്റും കറക്റ്റ് ശ്രദ്ധിച്ചെഴുതുക. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ ആണ്. വി ടു ഇസ് ഈക്വൽ ടു 1.25 മീറ്റർ പെർ സെക്കൻഡ്, വി വൺ 3.21 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിഫറൻസ് എടുക്കുക, എല്ലാം ഉണ്ടല്ലോ. മൈനസ് ചെയ്യുന്ന സമയത്ത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് 6.55 ജൂൾസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, വർക്ക് അവിടെ നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, അത് വർക്ക് നെഗറ്റീവ് ആവാൻ കാരണം എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്തു, ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വർക്ക് എന്ത് ചെയ്ത് നെഗറ്റീവായിട്ട് വന്നത്. പിന്നെ വർക്കിന്റെ ഇതിൽ ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ആ കാര്യം ശ്രദ്ധിച്ചോളൂ. ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം ഒക്കെ പ്ലോട്ട് ചെയ്ത് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് പിന്നെ വർക്ക് എനർജി തിയറിയിൽ അങ്ങനെ കൊടുക്കാറില്ല. ഓക്കെ, നോക്കിക്കൊണ്ടാൽ മതി. ദെൻ ഈ മീനിങ് ഓഫ് കൈനറ്റിക് എനർജി മീൻസ് അത് നമുക്ക് ഈ ഒരു വർക്ക് എനർജി തിയറത്തിൽ നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷനിലോട്ട് വരാം. അതായത് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യേണ്ട ആവശ്യമായിരുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന രീതിയിൽ. കാരണം ഇപ്പോൾ വർക്ക് എനർജി തിയറം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് എം ബി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം ബി വൺ സ്ക്വയർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ വി വൺ സ്ക്വയർ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയറിനായിട്ട് മാത്രമായിട്ട് മാറും. അതായത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ്മെന്റ് കൊടുക്കാനായിട്ട് കൊടുക്കുന്ന ഒരു എനർജി, സപ്ലൈ ചെയ്യുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതിന്റെ മൂവ്മെന്റ് കാരണം. Okay, അതാണ് ആ ഒരു മീനിങ് ഓഫ് കൈനറ്റിക് എനർജി എന്ന രീതിയിലൂടെ വരുന്നത്. ഓക്കെ, ദെൻ വർക്ക് എനർജി ഇൻ എ കോമ്പോസിറ്റ് സിസ്റ്റം. ഓക്കെ, വർക്ക് ആൻഡ് എനർജി ഇൻ എ കോമ്പോസിറ്റ് സിസ്റ്റം. അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു വർക്ക് ആൻഡ് എനർജി തിയറംസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ മാസസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വർക്ക് എനർജി തിയറം അതാണ് വർക്ക് എനർജി സിസ്റ്റം. പിന്നെ എനർജി വിത്ത് വേരിയിങ് ഫോഴ്സ് എന്ന ആ ഒരു ടോപ്പിക്കിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് PDF അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെ കോമ്പോസിറ്റ് സിസ്റ്റം മനസ്സിലായല്ലോ. നമുക്ക് എന്താണ് ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിസ്റ്റമോ വരുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് എനർജി തിയറം കോമ്പോസിറ്റ് സിസ്റ്റത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു വാളിലും എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. ദാറ്റ് ഈസ് സപ്പോസ് എ ബോയ് സ്റ്റാൻഡിംഗ് ഓൺ എ ഫ്രിക്ഷൻലെസ് റോളർ സ്കേറ്റ്സ് ഓൺ ലെവൽ ഫേസിംഗ് ദ റിജിഡ് വാൾ, ഹി പുൾസ് അഗൈൻസ്റ്റ് ദ വാൾ.
which make him move the right. The force acting on him is the weight, and upward normal force is N1 and N2 exerted by the ground scale. Horizontal force exerted by him on the wall, since there is no vertical displacement, the work done is W, N1 and N2. അതായത് ഈ കുട്ടി അവിടെ എന്ത് ചെയ്യാണ്, റോളർ സ്കേറ്റിൽ നിൽക്കുവാണ്, അവിടെ ഫ്രിക്ഷൻ ലെസ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വാളിൽ എന്ത് ചെയ്യണം, പുള്ള് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയെ സംബന്ധിച്ച് എന്ത് ചെയ്യണം, ഈ വാള് ആ കൊച്ചിലോട്ട് എന്ത് ചെയ്യണം, ഒരു റിയാക്ഷൻ ഫോഴ്സ് അവിടെ കൊടുക്കും. ഓക്കെ, അതാണ് എന്ത് ചെയ്യാം, കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് മൂവ് ചെയ്യാം. ഓക്കെ, ഒരു വീലിൽ നിൽക്കുന്നത് റോളർ സ്കേറ്റ്സ് മനസ്സിലായല്ലോ, ഷൂസിൽ മറ്റേ വീൽസ് റോളർ സ്കേറ്റ്സ്. അപ്പോൾ അതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വാൾ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, വാൾ തിരിച്ചൊരു ഫോഴ്സ് പ്രയോഗിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, കുട്ടിക്ക് ബാക്കിലോട്ട് വേണം എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കുട്ടിയുടെ ഗ്രൗണ്ടിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മീൻസ് അവിടെ N1 N2 എന്ന് പറയുന്ന നോർമൽ ഫോഴ്സ് ആണ്. കാരണം N1 N2 എന്ന് പറയാൻ കാരണം ആ കുട്ടി 2 ഷൂസ് ഇട്ടിട്ടുണ്ടാവും, റോളർ സ്കേറ്റിന്റെ ഷൂസ്. അപ്പോൾ N1 N2 മീൻസ് എന്താണ്, രണ്ടിലും ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ വേറൊരു ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇവിടെ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല എന്ന് പറയാം, വേണമെങ്കിൽ നമുക്കിവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, that is, the force F accelerate him to the right, but hands doesn't move while the force act. Thus the force act, that is 0. When there does the boy get the kinetic energy from? അതായത് ഈ കുട്ടിക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, അവിടെ പ്രയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, ഈ കുട്ടിക്ക് ബാക്കിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തെന്നി മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എവിടെ നിന്നാണ് ഈ ഒരു ഫോഴ്സ് വരുന്നത്? ഓക്കെ, the answer is that it is not possible to represent the body as a point object. The body is composite system. The various parts of the body interact with each other particle, and one can exert force and do work on the other part. Therefore, the total kinetic energy of a composite system of the body parts can be changed. Okay, the discussion substantial composite system is beyond the scope of this book. അതായത് ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ആ കൈ വെച്ച് എന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടിക്ക് ഒരു ഫോഴ്സോടെ കിട്ടുന്നില്ല. പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ, നമ്മുടെ ബോഡി മീൻസ് ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്. കാരണം നമ്മളെ കൈ കൊണ്ട് മാത്രമല്ല നമുക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, ബോഡിയുടെ പല പാർട്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഴ്സ് കൊടുക്കുക, മസിൽസിൻ്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ അത് മീൻസ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോ സിസ്റ്റവും നമ്മളോട് അനലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഓരോ പാർട്ടായിട്ട് ഇൻഡിവിജ്വൽ പാർട്സ് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എവിടെ നിന്നാണ് ഫോഴ്സ് കിട്ടിയെന്ന്. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ഫ്രീ ബോഡി ഡയഗ്രാംസും അങ്ങനത്തെ കാര്യങ്ങൾ പ്ലോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഈ ഒരു സിലബസിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ലെന്ന ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് വേറൊന്നുമില്ല, നമ്മളിപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തെ അനലൈസ് ചെയ്യണമെങ്കിൽ ഓരോ പാർട്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അനലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ, വലിയൊരു കാര്യമുള്ള ഇതല്ല. വർക്ക് എനർജി തിയറം കോമ്പോസ് സിസ്റ്റം മീൻസ് എന്താണ്, ഒന്നിൽ കൂടുതൽ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ ഇന്ററാക്ഷനിലും ഓരോ പാർട്ടിന്റെയും ഓരോ പാർട്ട് എക്സേർട്ട് ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാണ്, ഫോഴ്സ് എത്രയാണ് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതാണ് അവിടെ ആ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ്, ഓക്കെ, വർക്ക് ആൻഡ് എനർജി ഇൻ എ വിത്ത് എ വേരിയിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു വേരിയിങ് ഫോഴ്സിൽ നടക്കുന്ന വർക്കും അതുപോലെ വർക്ക് എനർജി തിയറം. ഓക്കെ, വർക്ക് ആൻഡ് എനർജി ഇൻ എ വേരിയിങ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് പറയാം, ഈ ഒരു വർക്ക് എനർജി തിയറം അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിൽ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് മീൻസ് അവിടെ എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു സ്ട്രെച്ച്ഡ് സ്പ്രിങ്ങിന്റെ കേസാണ്. അപ്പോൾ നമ്മൾ സ്ട്രെച്ച്ഡ് സ്പ്രിങ് എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അതൊരു വേരിയിങ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെച്ച്ഡ് സ്പ്രിങ്ങിന്റെ ഒരു വർക്ക് എനർജി തീരം അല്ലെങ്കിൽ ആ സ്ട്രെച്ച്ഡ് സ്പ്രിങ്ങിൽ നമ്മളൊരു മാസ് അറ്റാച്ച് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഹെലിക്കൽ സ്പ്രിങ് ഒക്കെ പോലെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വർക്ക് എനർജി തീരം കൊടുക്കുന്നത് കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്ന ഫോഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ വർക്ക് എനർജി തീരം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം എന്ത് ചെയ്യുന്നത്, ഈ വർക്ക് എനർജി തീരം വിത്ത് വേരിയിങ് ഫോഴ്സ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീൻസ് നമ്മളത് എർത്തിൽ 9.8 ആണെങ്കിലും നമുക്ക് യൂണിവേഴ്സിൽ നോക്കുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യാം, വേരി ചെയ്യാം, വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, അനുസരിച്ച് എന്ത് ചെയ്യും, അതവിടെ വേരി ചെയ്യും. അപ്പോൾ ആ ഒരു അതായത് ഒരു വലിയ രീതിയിലാണ് വേരി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ എർത്തിൽ ഞാനിപ്പോൾ എൻ്റെ ടേബിളിലിരിക്കുന്ന പെണ്ണെടുത്തിട്ട് അടുത്ത ടേബിൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് വേരിയിങ് ഫോഴ്സ് അല്ല, കാരണം അത് കോൺസ്റ്റന്റ് ഫോഴ്സ്. ആക്സിലേഷൻ ടു ഗ്രാവിറ്റി എന്താണ്, എർത്തിന്റെ സർഫസിൽ കോമൺ ആണ്. പക്ഷെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇപ്പോൾ രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് അവരുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്, ഒരു വേരിയിങ് ഫോഴ്സ് ആണ്. ഇതുപോലെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4πε0 Q1 Q2/r² എന്ന രീതിയിൽ വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്, വേരിയിങ് ഫോഴ്സ് ആണ്. അതായത് ഡിസ്റ്റൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അവിടെ മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേരിയിങ് ഫോഴ്സിൽ വരുന്ന
വർക്ക് എനർജി തിയറമാണ്. ഓക്കെ, അല്ലെങ്കിൽ വേരിയിങ് ഫോഴ്സിൽ വരുന്ന വർക്ക് എനർജി തിയറം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഫോഴ്സ് വരുന്ന സമയത്ത് നമുക്ക് വർക്ക് എനർജി തിയറം വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. That is the work done by a varying force, that is a straight line motion. In the case of a straight line motion, straight line motionൽ ഒരു varying force ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഓക്കെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് തന്നെ പൊസിഷന്റെ ഫംഗ്ഷൻ ആയിട്ട്. ഓക്കെ, ആ ഒരു ഗ്രാഫ് നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അതായത് ഓരോ നേരത്തെ നമുക്ക് ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ, എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ വേരി ചെയ്യുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യാം, ഓരോ സമയത്തും ഓരോ ഫോഴ്സ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് കേൾക്കുക കേട്ടോ. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഈ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുകയാണ്, ആ എക്സ് ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഫോഴ്സ് കണ്ടിന്യൂസ്ലി വേരി ചെയ്യുക. കണ്ടോ, എക്സിൽ നിന്ന് എക്സ് ടുയിൽ പോകുന്ന സമയത്ത് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞ കേസിന്റെ ഗ്രാഫ് വരച്ചാൽ ഫോഴ്സ് അവിടെ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇങ്ങനത്തെ ഗ്രാഫാണ് കിട്ടേണ്ടത്. അതായത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് പറയുന്ന കേസ് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ. ഇപ്പോൾ വേരിയിങ് ഫോഴ്സ് ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നതനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, നമ്മളുടെ ഇന്റഗ്രേഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, വേരിയബിൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഫോഴ്സ് വർക്കിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇന്റഗ്രേഷൻ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതായത് ഫംഗ്ഷൻ ഓഫ് എക്സ് മീൻസ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് മാറുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷനോ എന്തെങ്കിലും മാറുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുവാണ്, അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാകുന്നോട് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പറയാം, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട് പോയി. അപ്പോൾ ഇത് ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ എന്താ, എന്റെ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മാറി മാറി പോകും. ഇതാണ് എന്റെ ഫോഴ്സിന്റെ ഗ്രാഫ്. ഫോഴ്സോടെ മാറി മാറി പോവാണ്. ഓക്കെ, സപ്പോസ് ദ ഫോഴ്സ് മൂവ് ദ ഒബ്ജക്ട് ഫ്രം പൊസിഷൻ x1 to x2. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് പ്ലോട്ടിംഗ് എ ഗ്രാഫ് ബിറ്റ്വീൻ എഫ് ഓൺ ദ വെർട്ടിക്കൽ y ആക്സിസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ്. അതാണ് നേരത്തെ അവിടെ ആ ഒരു കാണിച്ച ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രാഫ്. ഓക്കെ, ഈ ഗ്രാഫ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചാൽ ഫോഴ്സിന്റെയും പൊസിഷന്റെയും ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ഇവിടുത്തെ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഏരിയ അണ്ടർ എ കർവ്, ഒരു കർവിന്റെ അണ്ടറുള്ള ഏരിയ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം, നമുക്ക് അതിനെ ഇന്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ ഇതിനെ ഓരോ ചെറിയ ചെറിയ കോളംസ് ആയിട്ട് നമുക്കല്ലാതെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ നോക്കിയിട്ട് ഇതിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ ഇതിന്റെ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, ഏരിയ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഗ്രാഫിന്റെ അണ്ടർ ദ ഏരിയ തരുന്ന എന്താണ്, വർക്ക് ഡൺ ആണ്. ദ ഏരിയ അണ്ടർ ഓഫ് ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗീവ്സ് ദ വർക്ക് ഡൺ. അതായത് എഫ് ഇൻറ്റു എസ് എന്താണ്, വർക്ക് ഡൺ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമുക്ക് ഇടുന്ന ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് ഡൺ ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് ഓരോരോ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. നമ്മൾ മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ചു തുടങ്ങിയതുപോലെ. ഓക്കെ, നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ, ഓരോരോ ഗ്രാഫ് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് എന്ത് ചെയ്യും, ഓരോരോ ചെറിയ ചെറിയ റെക്ടാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ടോട്ടലായി നമ്മൾ സം ചെയ്യാന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് സമ്മേഷൻ ആണ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഓരോരോ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. കണ്ടോ, സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഡെൽറ്റ W1, അതായത് ഒന്നാമത്തെ കേസിൽ, അതായത് ഈ ഒരു ഡിസ്റ്റൻസിൽ വരുന്ന വർക്ക് ഡൺ, ഡെൽറ്റ ചെറിയൊരു വർക്ക് ഡൺ എടുക്കുന്നു. അടുത്ത ഡെൽറ്റ W2 കൊടുക്കുന്നു, F2x ഇൻറ്റു ഡെൽറ്റ എക്സ്. അങ്ങനെ ഓരോ നമ്മൾ എന്ത് ചെയ്യണം, W1 പ്ലസ് ഡെൽറ്റ W2 പ്ലസ് ഡെൽറ്റ W3 എന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ കിട്ടിയ ഓരോ ചെറിയ ചെറിയ വർക്ക് ഡണിന്റെയും സമ്മേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, അതിനെ സിഗ്മ എന്നാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ സിഗ്മ എന്നാക്കി മാറ്റുന്നു. പക്ഷേ സിഗ്മ എന്ന് പറയുമ്പോൾ നമുക്കിത് ഓരോ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്പേഴ്സ്. ഇപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് ഇങ്ങനെ ഓരോ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ സിഗ്മ ഇനി പലയിടത്തും നിങ്ങൾ സിഗ്മയും കേൾക്കും, ഇന്റഗ്രേഷനും കേൾക്കും. അപ്പോൾ എന്താണ് ഈ സിഗ്മ, എന്താണ് സമ്മേഷൻ എന്ന കാര്യങ്ങളോട് അറിഞ്ഞിരിക്കണം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല, അതൊന്നുകൂടി പറയാം. ഈ സിഗ്മ എന്ന് പറയുമ്പോൾ ഇത് റാൻഡം വേരിയബിൾസിന്റെ സബ്മേഷൻ ആണ്. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നമുക്ക് സിഗ്മ എന്നെടുക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ 33 കുട്ടികളുണ്ടെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ. ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ നമ്മൾ വിളിച്ചു പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സബ്മേഷൻ അവിടെ എടുക്കാൻ പറ്റും. ഇനി എന്തിനാണ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഞാനിപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് ഇങ്ങനെ എടുക്കുന്നുള്ളൂ. പക്ഷേ 1ഉം 2ക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തുണ്ട്, 1ഉം 2നും 1.1 ഉണ്ട്, 1.2 ഉണ്ട്, 1.3 ഉണ്ട്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഓരോ ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സബ്മിഷൻ ചെയ്യുന്ന ഇതുപോലത്തെ ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ ഇതിന് എനിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. കാരണം ഇത് എന്തല്ല 1+2+3+ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഇവിടെ ഞാനിപ്പോൾ ഒരു 1 എന്ന് കൺസിഡർ കഴിഞ്ഞാൽ 1നും 2ക്കും ഇൻ ബിറ്റ്വീൻ വീണ്ടും എന്തുണ്ട്? 1.1 ഉണ്ട്, 1.2 ഉണ്ട്. അപ്പോൾ അതിനെ പറഞ്ഞതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻസിന്റെ ടോട്ടൽ സം ആണ് സിഗ്മ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ സം നമ്മൾ എന്തെടുക്കും? അവിടെ ഇന്റഗ്രേഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ആദ്യം ഓരോ സ്ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ചെയ്തതിന് സബ്മേഷൻ കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ലിമിറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, W12 is equal to limit delta x tends to 0 sigma x1 to x2 fx delta x കൊടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അതിനെ ഇന്റഗ്രേഷനിലോട്ട് മാറ്റുവാണ്. ഇന്റഗ്രേഷനിൽ മാറ്റുമ്പോൾ ഡെൽറ്റ എക്സ് മാറും. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, അതായത് ഡെൽറ്റ എക്സ് വീണ്ടും എന്ത് ചെയ്യും? ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഒരുപാട് സ്മോൾ ക്വാണ്ടിറ്റി, അതായത് 0ക്ക് തൊട്ടടുത്തൊരു ക്വാണ്ടിറ്റി ആയിട്ട്. ഓക്കെ, അങ്ങനെ മാറുന്ന സമയത്ത് ഇന്റഗ്രൽ x1 to x2 fx dx ആയിട്ട് മാറും. അവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇന്റഗ്രൽ x1 to x2 fx dx. അതായത് ഇത് മുതൽ ഇതിലുള്ള വർക്ക് എന്ന് വെച്ചാൽ എന്തിന് തുല്യമാണ്? W12ന് ഇക്വലന്റ് ആണ്. എന്താണ്? ഇന്റഗ്രൽ x1 to x2 fx dx. ഓക്കെ, അപ്പോൾ ഒരു വേരിയിങ് ഫോഴ്സ്, ഒരു സ്ട്രേറ്റ് ലൈൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വേരിയിങ് ഫോഴ്സിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ x1 to x2 fx dx എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഓൺ എ വേരിയിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, W12 is equal to fx into integral x1 to x2. സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന x2 minus x1 എന്ന് കിട്ടും. x2 minus x1 മീൻസ് എന്താണ്? അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തിനെ കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു വർക്ക് ഡൺ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജിയിലോട്ടും വരാം. ഓക്കെ, നമ്മൾ കൈനറ്റിക് എനർജി റിലേഷനിലോട്ട് വരാം. ഫോഴ്സ് കോൺസ്റ്റന്റ് k. ഓക്കെ, അത് നമ്മളത് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന രീതിയിൽ എടുക്കാമല്ലോ. ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എക്സ് മൈനസ് കെ ഈസ് ഈക്വൽ ടു എഫ് എക്സ് ബൈ എക്സ് ആണ്. അതായത് ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് അവിടുത്തെ വർക്കല്ല, ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇതൊരു ഹൂക്സ് ലോയുടെ ബേസിസിൽ വരുന്ന ഇക്വേഷൻ എഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമ്മൾ പറയും. ഓക്കെ, നമ്മുടെ ഒരു ഇലാസ്റ്റിസിറ്റി പഠിക്കുന്ന ചാപ്റ്ററിൽ വരുന്നത് നമ്മുടെ 12th ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു, അതായത് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന രീതിയിൽ വന്നിട്ട് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതൊരു എക്സ് എന്ന് പറഞ്ഞിട്ട് വരും. എക്സ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ്. എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതാൻ. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. നമ്മുടെ ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ ഞാൻ അത് പഠിപ്പിച്ചിരുന്നു, സ്പ്രിംഗ് കോൺസ്റ്റന്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടെ കെ ഈസ് ഈക്വൽ ടു എന്ന് എടുക്കാം? എഫ് ബൈ എടുക്കാം. ഓക്കെ, ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ഇക്വേഷനിലോട്ട് വന്നത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. That is K is defined as the force required to extend or compress spring through a unit distance. ഇപ്പോൾ സ്പ്രിംഗ് ഉണ്ട്, ആ സ്പ്രിങ്ങിനെ ഒന്നുകിൽ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 മീറ്റർ എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ 1 മീറ്റർ കോൺട്രാക്ട് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ ആവശ്യമായിട്ട് വരുന്ന ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന രീതിയിൽ നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇക്വേഷൻ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. W12 is equal to ഇന്റഗ്രൽ x1 to x2 fx dx എന്ന് കൊടുക്കുന്നു. ആ kx എന്ന ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബേസിസിലുള്ള ഒരു വർക്ക് എനർജി തിയറം നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന രീതിയിൽ സ്പ്രിംഗിന്റെ ബേസിസിലാണ് കേട്ടോ. കാരണം വേരിയിങ് ഫോഴ്സിൽ ഉണ്ടാവുന്ന ഒരു വർക്ക് എനർജി തിയറം നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ കാണിക്കുന്നത്. W12 is equal to half k x2 square minus half k x1 square. This is the work done by the ഫോഴ്സ് ഓൺ ദ സ്പ്രിംഗ്. ഓക്കെ, ഇത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു വർക്ക് എനർജി തിയറം ബേസ് ചെയ്ത് വേരിയിങ് ഫോഴ്സിന്റെ കണ്ടീഷൻ ബേസ് ചെയ്ത് വരുന്ന ഒരു വർക്ക് എനർജി തിയറം എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അത് നമ്മൾ ആ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കെ എക്സ് എന്ന രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് W12 കിട്ടും ഹാഫ് കെ x2 സ്ക്വയർ മൈനസ് ഹാഫ് കെ x1 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ അത് ബേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടി അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്കി നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക, നോക്കിയിട്ട് പറയുക. ജസ്റ്റ് റിവിഷൻ ആയതാണ് ഓട്ടിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കുക. എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് of attraction between two bodies of mass capital M and M separated by a distance x is given by minus g capital M by x square.
Find the work done by the gravitational force in taking the mass m from x equal to mass m from x equal to r to x equal to infinity. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് we have to find the work done by the gravitational force. Gravitational force നേരത്തെ പറഞ്ഞില്ലേ എന്ത് ഫോഴ്സ് ആണ്? വേരിയിങ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ വേരിയിങ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ വെറുതെ W = F × S എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കാൽക്കുലേഷൻ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? കാരണം എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ്ലി വേരിയിങ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ്ലി വേരിയിങ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്റഗ്രേഷൻ കൊടുത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്മിഷൻ കൊടുത്ത് ഓരോ വർക്ക് ഡൺ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആണ്. സോ നമ്മൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുക ഫോർ എ വേരിയിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ W = ഇന്റഗ്രൽ x1 to x2 fx dx. fxന്റെ വാല്യൂ എന്താണ്? -G(M/x²). ഓക്കെ, അതാണ് നമ്മുടെ ഇതിന്റെ വാല്യൂ, fxന്റെ വാല്യൂ. ഓക്കെ, നമ്മളിവിടെ എക്സ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ആണ്, R to ഇൻഫിനിറ്റി ആണ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷൻ്റെ ഇതല്ലേ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആണ്, എൻഡിങ് നമ്മൾ എന്ത് ചെയ്തു? ഇൻഫിനിറ്റി കൊടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് ഒക്കെ നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള എന്താണോ അതുപോലെ കൊടുക്കണം. ഓക്കെ, അതൊന്നും മാറ്റം വരുത്തണ്ട. ലിമിറ്റ് എന്ത് ചെയ്യുക? അതുപോലെ അപ്ലൈ ചെയ്യുക. നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ ഉണ്ട്, fxന്റെ ഇക്വേഷൻ -G(M/x²). ലിമിറ്റ് x1 r ആണ്, x2 ഇൻഫിനിറ്റി ആണ്. W കൊടുക്കുന്ന സമയത്ത് ഇന്റഗ്രൽ r to ഇൻഫിനിറ്റി -G(M/x²) dx കിട്ടും. അതിൽ ജിയും എമ്മും സ്മോൾ എമ്മും ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്റഗ്രേഷനെ പുറത്തോട്ട് മാറ്റാം. ഇന്റഗ്രൽ 1/x² ആണ്. ഓക്കെ, 1/x² എന്ന് കിട്ടും. നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ ദാറ്റ് ഇസ് -1/x എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ലിമിറ്റ് കൊടുത്തിരിക്കുന്ന പോലെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് r to ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് W = G(M) into 1/∞ - 1/r. W = എത്ര കിട്ടും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക, -G(M/r) എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും ഹിയർ ദ വർക്ക് ഡൺ obtained is negative. This is because force is from m to m. Okay, taking positive, that is we are taking m from r to infinity, that is the displacement is negative, so the work done is also negative. അതായത് സ്മോൾ എമ്മിൽ നിന്നും ക്യാപിറ്റൽ എമ്മിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫോഴ്സ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, സ്മോൾ എം മീൻസ് മാസ് കുറഞ്ഞത്, ക്യാപിറ്റൽ എമ്മിലോട്ടാണ് എന്ത് ചെയ്യുക? ആ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവ് കൊണ്ടുവരുന്നത്. എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിനൊന്നും ഇവാലുവേഷൻ നെഗറ്റീവ് ആണെന്ന് കൊടുത്തിരിക്കുക. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തെറ്റിക്കാനായിട്ട് പോകണ്ട. ഓക്കെ, എന്ത് ചെയ്യുക? എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് പകരം വർക്ക് ഡൺ നെഗറ്റീവ് ആണെങ്കിൽ ഹിയർ വി ക്യാൻ ഡിഫൈൻ ആസ് ദ വർക്ക് obtained is നെഗറ്റീവ് ആണെന്ന് കാണിച്ചിരിക്കുക. ഓക്കെ, അത് ആ ഒരു ആറിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ ആ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് അവിടെ നെഗറ്റീവ് വരും. ഇത് പിന്നെ പൊട്ടൻഷ്യൽ എനർജി റിലേഷനിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ റിലേഷൻ ഓക്കെ, വർക്ക് എനർജി വെച്ചിട്ട് നമുക്ക് നോക്കാം, പൊട്ടൻഷ്യൽ പറയുന്ന സമയത്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ എക്സാമ്പിൾ 4.7 വരെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിന്ന് വർക്ക് ആൻഡ് എനർജി വിത്ത് വേരിയിങ് ഫോഴ്സ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. വർക്ക് എനർജി തിയറം ബേസ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. ഇത്രയും ടോപ്പിക്സ് ഒന്നുകൂടി ഒന്ന് നോക്കി വെച്ചിരിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ബാക്കി ഡിസ്കസ് ചെയ്യാം. അതായത് സ്ട്രേറ്റ് ലൈൻ മോഷൻ നമുക്ക് വന്നു, ഇനി 1-2 പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് തിയറം ഫോർ എ വേരിയിങ് ഫോഴ്സ്. ഓക്കെ, വർക്ക് എനർജി തിയറം ഫോർ എ വേരിയിങ് ഫോഴ്സ്, ദാറ്റ് ഈസ് സ്ട്രേറ്റ് ലൈൻ മോഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് അവിടെ നോക്കണം. ഇപ്പൊ നമ്മൾ ആ സ്പ്രിങ്ങിന്റെ കേസ് വെച്ചാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഇക്വേഷൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ബൈ എ സ്പ്രിങ്. ഓക്കെ, ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ. ഓക്കെ, ദാറ്റ് ഈസ് W = ½ kx² - ½ kx1². ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നോക്കി വെച്ചിരിക്കാം. ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു പ്രോബ്ലം കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഓക്കെ.